ശ്രീദേവിയുടെ തലവേദനയാണെന്നും പറഞ്ഞ് പോയി കിടന്നു. ശ്രീദേവി, 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 എന്തു പറ്റി നിനക്ക്? ശ്രീദേവി, ശ്രീദേവി, കണ്ണോർക്ക്. രാധാകൃഷ്ണൻ കൊന്നു. മോനെ, നീ വാസുവിന്റെ ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയും. അച്ഛനെന്താ പറയുന്നത്? ഇതാണോ? നീ എന്തിനു വീണ്ടും തുടങ്ങി? ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നെ രക്ഷപ്പെടുത്താനല്ലേ ഇങ്ങോട്ട് ഇറക്കി വിട്ടത്? അതുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടു. വാരിക്കോരി വാങ്ങുന്നുണ്ടല്ലോ മരുമകന്റെ കയ്യിൽ നിന്ന്. കടങ്ങൾ വീട്ടാനും സമുദായത്തിൽ പ്രമാണം ചമയാനും എനിക്കിനി ശ്രമിക്കാൻ വയ്യ. ഞാൻ വീട്ടിലേക്ക് വരികയാണ്. ശ്രീദേവി, വാസുവിനോട് ചോദിക്കാതെ. വേണ്ട. ശ്രീദേവി, എന്താ ഇത്? ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. പെട്ടെന്ന് ഇങ്ങനെ? എനിക്ക് വയ്യ. നിനക്ക് അസുഖം വല്ലതുമാണെങ്കിൽ ചികിത്സിക്കാൻ ഇവിടെ സൗകര്യം. നീ പോകണ്ട. എന്നെ ഒരു തടവിലിടാനാണ് ഉദ്ദേശം? അല്ല, ഒരു കുടുംബമായിട്ട് ജീവിക്കുക. അതിന് നീ ഇതുവരെ സഹകരിച്ചിട്ടില്ലല്ലോ. രാപകല് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീട്ടിൽ കയറി വരുന്ന എന്നെ ഒരു ഭാര്യയുടെ സ്നേഹത്തോടെ എന്തെങ്കിലും നീ സ്വീകരിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ അന്ന് മുതല് പകയും വൈരാഗ്യം വെച്ച് മാത്രമേ നീ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എന്തിനാ നീ എന്നെ ഇങ്ങനെ വെറുക്കുന്നേ? ഏതാടാ ഈ റിപ്പോർട്ടർ ജയചന്ദ്രൻ? ഇരിക്കാൻ. താനല്ലേ ഈ റിപ്പോർട്ട് എഴുതിയ ജയചന്ദ്രൻ? കഴിക്കേ. കഴിക്കണോ? ഇത് സ്കോച്ചാണ്. ആത്മഹത്യയോ കൊലപാതകമോ, ഒരു പ്രേമത്തിന്റെ അന്ത്യം. എടോ, കല്യാണം കഴിച്ചയക്കേണ്ട ഒരു പെൺകുട്ടിയെ കുറിച്ച് താൻ എന്തൊക്കെ അനാവശ്യമാണോ എഴുതി വെച്ചിരിക്കുന്നേ? സത്യം എനിക്കറിയണോ? കുടികൂടി. ഈ രാധാകൃഷ്ണനെ തനിക്ക് നേരത്തെ അറിയാമായിരുന്നോ? അവന്റെ വീടും കുടുംബമൊക്കെ? ഇല്ല. മതി. അതേ തൊഴിൽ വയറ്റിപ്പിഴപ്പിന് വേണ്ടി മുമ്പ് ഞങ്ങളും ചെയ്തിട്ടുള്ളതാ. എനിക്ക് അയാളോട് ദയ തോന്നി. പക്ഷേ സർക്കാരിന് ഗസ്റ്റ് നടത്തി ചാരായ കച്ചവടം നടത്തുന്ന ഞങ്ങൾക്ക് അയാളുടെ കള്ളവായിട്ട് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്ത് പണിയാണേലും ഷാപ്പിൽ എച്ചിൽ പറക്കുന്ന ജോലിയാണെങ്കിൽ എന്റെ മോൻ ചെയ്തോളും. ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും തെരുവിൽ ഇറങ്ങേണ്ടി വരും മുതലാളി. അന്ന് രാധാകൃഷ്ണൻ ഞാൻ അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നു. എച്ചിൽ പറക്കുന്ന പണിക്കല്ല, ഓഫീസിൽ ജോലി കൊടുത്തു. വിശ്വസിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കരുതി എല്ലാ സൗകര്യങ്ങളും കൊടുത്തു. എന്നിട്ട് ആ നാറി ഇവിടെ നിന്നുകൊണ്ട് എന്റെ നേരെ വാസ്കോ സ്ഥാപനം തകർക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ എന്ത് ചെയ്യണോളോ?
അതേ ഞാൻ ചെയ്തുള്ളൂ. ചവിട്ടി തൊഴിച്ച് അവന്റെ എല്ല് മുറുക്കി എടുത്ത് താഴോട്ടിട്ടു. അല്ലാതെ പ്രേമവും പുല്ലുമൊന്നും അല്ല. താൻ എഴുതിക്കോ, രാധാകൃഷ്ണനെ ഈ വാസ്കോ വാസു ചവിട്ടിക്കൊന്നു. തനത് വിളി. சாக்கோ, இப்ப நம்ம பார்க்க போறது மைசூர்ல பெரிய அப்காரி கான்ட்ராக்டர்ஸ். ஆனா நீங்க கேரளாவில பெரிய அப்காரி கிங். அத மனசுல வச்சுக்கிட்டு அது மாதிரி பிஹேவ் பண்ணுங்க. மத்ததெல்லாம் நான் பாத்துக்கிறேன். ஓகே? சாரி, அது காரியம் இதுக்கெல்லாம் போய் கவலைப்பட்டுக்கிட்டு. இந்த டிராஃப்ட கையில வச்சீங்க. இது எத்தனை ரூபாய் எழுதிருக்கீங்க? 1 கோடி ரூபாய். என்ன நினைச்சீங்க? இவர் ஒண்ணு சும்மா வரல. നിങ്ങളെ ആരെയും ഉപദ്രവിക്കാനല്ല. വാസ്കോ കമ്പനിക്ക് മൈസൂരിൽ ഒരു ഫുട്ടിംഗ് വേണം. He wants all your help. That's all. KRC, please. സാറേ, ഞാൻ ഒരു മലയാളിയാണ്. കഴിഞ്ഞ 2 വർഷമായി മൈസൂർ സിറ്റി റേഞ്ച് ഞാനാണ് നടത്തി വരുന്നത്. ഇനി നമ്മൾ നാട്ടുകാരിൽ നിന്ന് പടവെട്ടി സർക്കാരിന് കാശുണ്ടാക്കി കൊടുക്കണം. ഈ ചോദ്യം എനിക്ക് അങ്ങോട്ട് പോകാമല്ലോ. மிஸ்டர் சாக்கோ, இவங்க எல்லாம் இந்த ஊருக்காரங்க. இந்த வருஷம் நம்ம கான்ட்ராக்ட விட்டு கொடுத்துடலாம். சும்மா இல்ல, அதுக்காக இவங்க எல்லாம் நமக்கு 5 லட்சம் ரூபாய் தராங்க. 5ന് ബദലാ 15 ലക്ഷം ഞാൻ കൊടുക്കാം. സിഗരറ്റ്? നോ താങ്ക്സ്. മലയാളിയാണെന്നല്ലാതെ പേര് പോലും പറഞ്ഞില്ലല്ലോ. പേര് പീതാംബരൻ, തിരുവനന്തപുരത്തെ വീട്. ഇത് ഒന്നും ചെന്നു ഇപ്പോ വരാം. எனக்கு நீங்களும் வேணும், அவங்களும் வேணும். 5 வேணும், 15 வேணும். நான் ஒண்ணு சொல்றேன், இவங்க 10 லட்சம் ரூபாய் உங்களுக்கு தராங்க, வாங்கிக்கீங்க. நடக்கல KRC. ನಮ್ಮ ಹೊಟ್ಟೆ ಹೊಡಿಬೇಡಿ. ಈ 10 ಲಕ್ಷ ರೂಪಾಯಿ ತುಂಬಾ ಕಷ್ಟದಿಂದ ಕೊಡ್ತಾ ಇದೀವಿ, ತಗೊಳ್ಳಿ. തകവൽഡിനാ വാങ്ങിക്കീங்கன்னு അർത്ഥം. വാങ്ങിക്കീங்க. വാസ്കോ ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത്. നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച ഇതുപോലെ നമ്മൾ ബാംഗ്ലൂർക്ക് അല്ല KRC? പ്രിയ, കണ്ടോടി, നീയല്ലേ പറയാറ് ഞാൻ വാസ്കോയുടെ വാലാണെന്ന്? അല്ലടേ, ഈ തല കൊണ്ട് ചില്ലിക്കാശ് മുടക്കാതെ ഞാൻ തനിയെ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ നിനക്ക് ബോധ്യമായോ ഞാൻ ആരാണെന്ന്? ഞാൻ കാണുന്നുണ്ടല്ലോ തരാതരത്തില്. ചൂലേ, എന്താ നീ പറഞ്ഞത്? ഈ തോന്നിയാസം സഹിച്ചോണ്ട് എനിക്കിനി ഇവിടെ ജീവിക്കാൻ ഒക്കില്ല. പിന്നെ ഉണക്കക്കമ്പ് പോലിരിക്കുന്ന നിനക്ക് വേണ്ടി ഞാൻ ഒരു പുണ്യമുള്ളതാണോ? എനിക്ക് സൂഹിക്കണോടി. കണ്ടവരുടെ കള്ളും ചാരയും ചുവന്ന് നടന്ന കാലത്ത് ഞാൻ മതിയായിരുന്നു. അന്ന് ഈ വയറ് പട്ടിണിക്കിട്ട് ഉള്ളത് മുഴുവൻ തനിക്ക് വെച്ച് വിളമ്പി തന്നിട്ടുള്ളവളാ ഞാൻ. ഇല്ല, 4 കാശ് കയ്യിൽ വന്നപ്പോ എല്ലാം മറന്ന് എന്നോട് കാണിക്കുന്ന ഈ ക്രൂരത താൻ അനുഭവിക്കും. അമ്മണി, എന്തോ
ചാക്കോട് പറയാതാണോ പോകുന്നത്? അങ്ങൊരു സർക്കിട്ട് അല്ലേ? ദേശമോളോ? മദ്രാസിലെ ഹോസ്റ്റലിൽ തന്നെ. അമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയോ? ശരി. അതെ, വാസു തന്നെ. എന്താ കേർത്തി? சாக்கோ இப்ப பயங்கர ஆபத்துல மாட்டிருக்கான். நீங்க உடனடியா புறப்பட்டு பெங்களூர் வரணும். போன்ல எல்லாம் பேச முடியாது. நீங்க சீக்கிரம் வாங்க இங்க. ஓகே? 1.25 கோடி ரூபாய் டிராஃப்ட காமிச்சு இங்க இருக்கிறவங்க எல்லாரையும் பயமுறுத்தி காசு வாங்கினா சாக்கோ ஒரு தடவை இல்ல 2 தடவை. 1.25 கோடி ரூபாய்? இது எവിടുന്നാ இது? மெட்ராஸ்ல இருந்து எப்படியோ மேனிபுலேட் பண்ணி வந்த கள்ள டிராஃப்ட் விஷயம் தெரிஞ்சு அவனோ காட்டி கொடுத்துட்டான். நேத்து பெங்களூர் சிட்டி ரேஞ்சில் நடந்த ஆக்ஷன்ல எல்லாரும் கையை கழுவிட்டாங்க. டெண்டர் ஓபன் பண்ணப்ப அது நம்ம தலையில விழுந்துருச்சு. அந்த டிராஃப்ட் இப்ப கலெக்டர் கையில. அது நாளைக்கு பேங்க்குக்கு போகும்போது நம்ம குட்டு வெளிப்பட்டுடும். அதுக்கு முன்னாடி மெட்ராஸுக்கு போய் பேங்க் மேனேஜரை பார்த்து எல்லாத்தையும் சமாளிக்கணும். இல்லனா ரொம்ப டேஞ்சர். അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? நான் வேண்டாம் வேண்டாம் 2 தடவை சொன்னேன், ஆனா கேட்கலையே. ചാക്കോ ഇപ്പൊ എവിടെ ഉണ്ട്? அவனை அவங்க பிடிச்சு வச்சிருக்காங்க. അവനൊരു അബദ്ധം പറ്റിപ്പോയതാണ്. നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. എത്ര രൂപ വേണേലും ഞാൻ തരാം. തന്റെ രൂപ മേലിൽ വാസ്കോ എന്നും പറഞ്ഞ് കർണാടകത്തിൽ ചരിക്കാൻ വരരുത്. അതിനാ തന്നെ കൂടെ ഇവിടെ വരുത്തത്. രണ്ടിനും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ. നീ എന്നെ ചതിക്കാ. നിങ്ങളെ യാർ ചാക്കോ? ഞാനാ ഇൻസ്പെക്ടർ. നോ ആർഗ്യുമെന്റ്. കം ഓൺ. ഇൻസ്പെക്ടർ എനിക്ക് എന്താ ചെയ്യാ? നീ വാ. ஓகே, சரி சரி. இப்போ நான் வரேன். നമുക്കൊരു വക്കീലിനെ ഏർപ്പെടുത്തിയാലോ? அதெல்லாம் ஒண்ணு வேண்டாம். இப்ப நான் யாரோட பேசிட்டு இருந்தேன் தெரியுமா? இந்த கவர்மெண்ட்லயே ரொம்ப இன்ஃபுளுன்ஸ் உள்ள ஒரு ஆள். அவர் நினைச்சா நடக்காத விஷயமே இல்ல. நான் வாங்க போலாம்.